ഞായറാഴ്ച ദിവസം വീട്ടിലിരുന്നപ്പോഴാണ് കയ്യിലിരിക്കുന്ന ഒരു വൈഫൈ ക്യാമറ ഫിക്സ് ചെയ്താലോ എന്ന് വിചാരിച്ചത്. അതിനുള്ള ഒരു പോയിന്റും കണ്ടുപിടിച്ചു, ഒരു ഇലക്ട്രിക്കൽ പോയിന്റ്. സോ ഈ കാണുന്നതാണ് CP+ൻ്റെ ഈസി ക്യാം പ്ലസ് E25A എന്ന ഈ ഒരു മോഡൽ. അതായത് ഒട്ടുമിക്ക എല്ലാ ഫങ്ഷൻസും വൈഫൈ ക്യാമറയിൽ കാണുന്ന ഒട്ടുമിക്ക എല്ലാ ഫങ്ഷൻസും ഈ ക്യാമറയിൽ കാണാം. 1080p HD വീഡിയോ റെക്കോർഡിംഗ്, 360 കവറേജ്, മോഷൻ ഡിറ്റക്റ്റിംഗ്, പ്രൈവസി മോഡ്, 2-വേ കമ്മ്യൂണിക്കേഷൻ എന്നിങ്ങനെ എല്ലാ തരത്തിലുള്ള ഫങ്ഷൻസും ഈ ഒരു CP+ൻ്റെ ഈസി ക്യാം പ്ലസ് എന്ന ഈ മോഡൽ നമുക്ക് കാണാം. അപ്പോൾ ഞാനത് ക്യാമറ ഒന്ന് തുറന്നു നോക്കി, അതായത് ഒരു ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്കത് കാണുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അൺബോക്സ് ചെയ്യുമ്പോൾ നോർമലി കണ്ടുവരുന്ന ആ ഒരു മാനുവൽ ഗൈഡ് തന്നെയാണ് ആദ്യം ഇരിക്കുന്നത്. ഇതാണ് മാനുവൽ ഗൈഡ്. അതിനുശേഷം നമ്മുടെ ക്യാമറ, ഇതാണ് ആ ക്യാമറ. ഞാൻ പറഞ്ഞ ഈസി ക്യാമിൻ്റെ, അതായത് CP+ൻ്റെ ഈസി ക്യാമറയാണ് കാണുന്നത്. ഇത് നമുക്ക് ആ ഒരു 360 ആംഗിളിൽ നമുക്കത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും, അതായത് അലൈൻ ചെയ്യാനായിട്ട്, തിരിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ക്യാമറ നമുക്കങ്ങനെ തിരിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ലെൻസിലായിട്ട് നോർമലി കണ്ടുവരുന്ന പോലെ ക്യാമറയിലൊക്കെ ഉള്ള പോലെ ആ ഒരു കവറിങ്ങും ഉണ്ടാകും. ഇതാണ് നോർമലി ക്യാമറ ആയിട്ട് നമുക്ക് കാണുന്നതിനകത്ത്. ഇതിന് ഈ ബോക്സിലുള്ളത് ഒരു ചാർജറാണ്. ഈ കാണുന്നതാണ് ആ ഒരു ചാർജർ. നോർമലി കണ്ടുവരുന്ന വൈഫൈ ക്യാമറയിൽ കണ്ടുവരുന്ന തന്നെ ഒരു ചാർജറാണ്. 5 വോൾട്ടിൻ്റെ ഒരു ചാർജറാണിത്. സി ടൈപ്പ് പിന്നാണ് ഇതിൻ്റെ. USB ചാർജറാണ്. ഇതാണ് USB കേബിൾ. ഇത് കണക്ട് ചെയ്യാൻ പറ്റിയ USB കേബിൾ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു C ടൈപ്പ് പിന്നുള്ള ഒരു ചാർജറാണത്. 5 വോൾട്ട് 1 ആംപിയറിൻ്റെ ഒരു ചാർജറാണ് കാണുന്നത്. ഇതാണ് ആ പാക്കിൽ ക്യാമറ അല്ലാണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിലാണ് ഞാനതൊരു സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ഒരു ലൈറ്റിൻ്റെ ആ ഒരു പോയിൻ്റ് അവിടെ കിടക്കുന്നുണ്ട്, ഇലക്ട്രിക്കൽ പോയിൻ്റ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് ലൈൻ എടുത്തിട്ട് ആണ് ഞാനിവിടെ ഒരു വൈഫൈ ക്യാമറ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് പ്ലഗ് പോയിൻ്റ് ഒന്നും വയ്ക്കാതെ തന്നെ, നോർമലി പ്ലഗ് പോയിൻ്റ് വെക്കാനുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതല്ലാണ്ട് തന്നെ ഒരു ഹാക്കിംഗ് ആയിട്ട് നമുക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ ഞാനതിൻ്റെ ഒരു വയർ, അതായത് അഡീഷണൽ ഒരു വയർ എവിടെയാണോ നമുക്ക് ക്യാമറ വെക്കേണ്ടത് അതിന് തൊട്ടടുത്ത് തന്നെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വയർ എക്സ്റ്റെൻഡ് ചെയ്തു, അതായത് അവിടെ കിടക്കുന്ന ആ ഒരു വയറിൽ നിന്നും ഒരു വയർ എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം ഡ്രില്ല് ചെയ്യുന്നത് ആ ഒരു കേസ് ആൻഡ് ക്യാപ്പ് വെക്കാൻ, അതായത് വയർ ഒരു എക്സ്പോസ് ആയി നിൽക്കാതിരിക്കാനായിട്ട് ആ ഒരു കേസ് ആൻഡ് ക്യാപ്പ് വെക്കാനായിട്ട് അവിടെ ഡ്രില്ല് ചെയ്ത് ആ കേസ് ആൻഡ് ക്യാപ്പ് വെച്ചതിന് ശേഷം ഇതുപോലത്തെ ഒരു ഫീമെയിൽ കണക്ടർ, ഇത് ശ്രദ്ധിക്കുക, ഈ ഒരു ഫീമെയിൽ കണക്ടർ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതായത് അതിൻ്റെ അഡാപ്റ്ററിൽ നമുക്ക് ആ പവർ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഫീമെയിൽ കണക്ടർ നമ്മൾ മേടിക്കുക. അറിയാവുന്ന ഇലക്ട്രിക്കലൊക്കെ അറിയാവുന്നതായിരിക്കും. ആ ഒരു ഫീമെയിൽ കണക്ടർ മേടിച്ചിട്ട് അതിൻ്റെ പിന്ന് നമുക്ക് ഇതുപോലെ അതിന് കണക്ഷൻ കൊടുക്കുക. ആ വയറിൽ നമ്മളപ്പോൾ അഡീഷണലായിട്ട് കൂട്ടിച്ചേർത്ത് ആ വയറിൽ കണക്ഷൻ കൊടുക്കുക. അതായത് ആ പിന്നെ ഫീമെയിൽ കണക്ടറിലെ പിന്ന് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ അഡാപ്റ്ററിൻ്റെ പിന്നുമായിട്ടത് ടേപ്പ് ചെയ്യാം. അതായത് പവർ കൊടുക്കാനായിട്ട് തന്നെ നമുക്കൊരു ആ ഒരു പവർ നമുക്ക് ആ ഒരു ഫീമെയിൽ കണക്ടറിൻ്റെ ആ ഒരു കണക്ടർ അതിനകത്ത് ടേപ്പ് ചെയ്ത് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കൊരു ഷോക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാത്ത വിധത്തിൽ പ്രോപ്പറായിട്ട് തന്നെ ടേപ്പ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ടേപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാം, ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഒരു പവർ ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ക്യാമറ ഓണായിട്ട് നമുക്ക് മനസ്സിലാവും. എന്നതിന് ശേഷം ഇവിടെ ഒന്ന് നമുക്ക് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ, അത് നമ്മൾ കൊടുത്തിരിക്കുന്ന കണക്ഷൻ ഓക്കെ ആണെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത്രയും ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഒരു പ്ലഗ് പോയിന്റ് വെക്കാതെ തന്നെ ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഈ ഒരു ബോക്സ് വേണം. അതായത് ബോക്സ് വെച്ചിട്ടാണ് നമ്മളത് ഫിക്സ് ചെയ്യുന്നത്. നമുക്ക് ഫ്ലിപ്പായിട്ട്, അതായത് തലകീഴായിട്ടാണ് നമ്മളിവിടെ ഫിക്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ബോക്സ് അത്യാവശ്യമാണ്. ഇങ്ങനത്തെ ഒരു ബോക്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. എന്നിട്ട് ബോക്സ് വെച്ചതിന് ശേഷം ആ ബോക്സ് നമുക്ക് ഡ്രിൽ ചെയ്ത് ഫിക്സ് ചെയ്യണം. അതായത് കേസ് ആൻഡ് ക്യാപ്പ് വെച്ചതിൻ്റെ എൻഡിലായിട്ട് തന്നെ നമ്മൾ ആ ഒരു ബോക്സ് ഫിക്സ് ചെയ്യും. അപ്പോൾ ഈ കാണുന്ന പോലെ 2 ഹോൾ അടിച്ചിട്ട് ബോക്സിൻ്റെ അളവെടുത്ത് നമ്മൾ ഡ്രിൽ ചെയ്ത് ആ ഒരു ബോക്സ് അവിടെ ഫിക്സ് ചെയ്യുക. ഇതുപോലെ ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആ വയർ ആ ബോക്സിൻ്റെ അടുത്തേക്ക് കൂടി എടുക്കാൻ മറക്കരുത്. അത് കഴിഞ്ഞ് ബോക്സ് സ്ക്രൂ ചെയ്യുക. അതിനുശേഷം നമുക്ക് ക്യാമറയുടെ അതിൻ്റെ അടിയിലായിട്ട്, അതായത് ക്യാമറയുടെ അടിയിലായിട്ട് ഒരു ഹോൾഡർ ഉണ്ടാവും. അതായത് ആ ഹോൾഡറിലാണ് നമ്മൾ ആ ഒരു ക്യാമറ ഫിക്സ് ചെയ്യുന്നത്. ആ ഒരു കവർ നമ്മൾ റിമൂവ് ചെയ്യണം. അതിനുശേഷം ലെൻസിലുള്ള കവർ റിമൂവ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പോയിന്റിലാണ്, ഈ വൈഫൈ ക്യാമറയിലൊക്കെ ഈ ഒരു പോയിന്റിലാണ്
നമുക്കൊരു മെമ്മറി കാർഡ് ഇടാനായിട്ട് സാധിക്കുന്നത്. ഓൾറെഡി ഒരു മെമ്മറി കാർഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ മെമ്മറി കാർഡ് എടുക്കുകയാണെന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു മെമ്മറി കാർഡ് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെ നമുക്ക് ഇത് ജസ്റ്റ് അതുപോലെ തന്നെ ആ ഒരു മെമ്മറി കാർഡ് ഞാൻ ഇടുകയാണ്. ഇതാണ് ആ ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട്. ചിലവർക്ക് പെട്ടെന്ന് അത് കിട്ടില്ല എവിടെയാണ് മെമ്മറി കാർഡ് ഇടേണ്ടത് എന്നുള്ളത്. സോ ഇവിടെയാണ് ഈ വൈഫൈ ക്യാമറകളുടെയൊക്കെ ആ ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് വരുന്നത് ഇവിടെയാണ്. സോ അത് മെമ്മറി കാർഡ് ഇതുപോലെ ഇടുക. മെമ്മറി കാർഡ് ഇട്ടതിന് ശേഷം നമുക്ക് ആ ഹോൾഡർ ഇവിടെ ഫിക്സ് ചെയ്യുക. അതായത് ആ ബോക്സിൻ്റെ ടോപ്പ് വശമാണ്, അതായത് പുറമേയുള്ള വശം. അത് നമ്മളത് ആ ബോക്സിൻ്റെ ഫിക്സ് ചെയ്യുക. അതായത് അതിൻ്റെ ഒരു അടപ്പ്, അതായത് അടപ്പിലായിട്ട് നമുക്ക് ആ ഒരു ഹോൾഡർ കറക്റ്റായിട്ട് തന്നെ അവിടെ ഒരു ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കത് കറക്റ്റായിട്ട് തന്നെ അത് ലോക്ക് ചെയ്ത് വെക്കുക. അത് ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കണക്ഷൻ കൊടുക്കുക. കണക്ഷൻ കൊടുക്കാൻ നേരത്ത് നമുക്ക് ഈ ചാർജറിൻ്റെ വയർ, അതായത് നമ്മൾ വയർ ഉള്ളിലോട്ട് കയറ്റി പോലെ തന്നെ ചാർജറിൻ്റെ വയർ പുറത്തോട്ട് നിൽക്കാനായിട്ട് ചെറിയൊരു കട്ടിങ് നമുക്ക് അവിടെ ബോക്സിൽ വരുത്തേണ്ടതായിട്ട് വരും. അത് വരുത്തിയതിന് ശേഷം ഈ പറഞ്ഞ നമ്മുടെ ഈ ചാർജർ ഈ വയറുകൾ കൂടിയിട്ട് ടേപ്പ് ചെയ്ത് പ്രോപ്പറായിട്ട് തന്നെ ടേപ്പ് ചെയ്ത് നമുക്ക് ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ വന്ന വിധത്തിലായിട്ട് നമുക്ക് വെക്കാം. അതിൻ്റെ ഉള്ളിൽ വരുന്ന, അതായത് ബൾജ് ചെയ്ത് നിൽക്കാത്ത വിധത്തിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന വിധത്തിൽ പ്രോപ്പറായിട്ട് ടേപ്പ് ചെയ്ത് നമ്മളതിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കുക. ചാർജ് ചെയ്യാനുള്ള ആ ഒരു വയർ ജസ്റ്റ് പുറത്തോട്ട് വരുന്ന വിധത്തിൽ, അതായത് നമ്മൾ ആ ഒരു കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിലൂടെ പുറത്തോട്ട് വന്നിട്ട് ബാക്കിയെല്ലാനും നമുക്ക് ഇതുപോലെ ഉള്ളിലാക്കിയതിന് ശേഷം നമ്മൾ ആ ക്യാമറ ഹോൾഡറിൽ നമ്മളത് ഫിറ്റ് ചെയ്തു. ആ ബോക്സിൻ്റെ ടോപ്പ് വെച്ചിട്ട് ഫിക്സ് ചെയ്തു. അത് നമുക്ക് വെച്ചത് അടക്കാം. അടച്ചതിന് ശേഷം നമ്മൾ നോർമലി സ്ക്രൂ ഇട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാം. അതായത് ഒരു ഫ്ലിപ്പ് മോഡലിൽ നമ്മൾ തലതിരിച്ചാണ് വയ്ക്കുന്നത്. സോ അത് ടൈറ്റ് ചെയ്യുക. ജസ്റ്റ് സ്ക്രൂ ചെയ്തതിന് ശേഷം നമ്മളത് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം 4 സ്ക്രൂകൾ നമുക്ക് മുറുക്കി കറക്റ്റായിട്ട് തന്നെ നമ്മളത് സ്ക്രൂകൾ മുറുക്കാം. അധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ പെട്ടെന്ന് നമുക്ക് പോകില്ല. അതിനുശേഷം നമുക്ക് ആ ഒരു ചാർജർ കണക്ട് ചെയ്യുക. അതിനകത്ത് ആ ഒരു ചാർജറുണ്ട്, ചാർജർ അതിൻ്റെ പുറകിലായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇത് നോക്കാം, ഇതേ കേസ് സംഖ്യ പഠിച്ച് നമ്മൾ ഭംഗിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് ഈ കാണുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത്, ചാർജർ കേബിൾ പുറത്തോട്ട് വരാനുള്ള ചെറിയൊരു പോർഷൻ മാത്രം ഒന്ന് ഒരു കട്ട് ചെയ്ത് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുക. അപ്പോൾ അവിടുന്ന് ആ ഒരു ചാർജറും കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു നേരത്തെ കണ്ട ആ ഒരു പോയിന്റിൽ നിന്നാണ് ഈ ഒരു കണക്ഷൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് എടുത്തേക്കുന്നത്. സോ ഇങ്ങനെയാണ് ആ ഒരു വൈഫൈ ക്യാമറ വയ്ക്കുന്നത്. ഇത് ഇങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാൻ നോക്കാം. അടുത്ത പാർട്ടാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. കോൺഫിഗറേഷൻ ചെയ്യാനായിട്ട് നമ്മൾ മൊബൈൽ എടുക്കുക. മൊബൈലിൽ നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഈസി ക്യാം എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ആപ്ലിക്കേഷൻ ഓൺ ആയിട്ട് വരും. അത് നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുത്ത് അത് ഡൗൺലോഡ് ചെയ്യാവുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഡൗൺലോഡ് ആയതിന് ശേഷം നമ്മൾ നോർമലി ഒരു ആപ്ലിക്കേഷനിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഓപ്പൺ കൊടുക്കുക. താഴത്ത് ഓപ്പൺ എന്ന് കാണാൻ പറ്റും. അവിടെ ഓപ്പൺ കൊടുക്കുക, ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുത്തതിന് ശേഷം നോർമലി ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു രജിസ്ട്രേഷൻ വിൻഡോ, അതായത് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടൊരു വിൻഡോ വരും. എഗ്രി കൊടുക്കുക. അതിനുശേഷമാണ് രജിസ്ട്രേഷൻ വിൻഡോ വരും. രജിസ്ട്രേഷനിൽ സൈനപ്പ് കൊടുക്കുക. ആദ്യമായിട്ടാണെങ്കിൽ നമ്മൾ സൈനപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ സൈനിങ് കൊടുക്കുക. സൈനപ്പ് കൊടുക്കുക. സൈനപ്പ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യാൻ പറയും. സോ നമ്മുടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡി നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ കറക്റ്റായിട്ട് തട്ടിപ്പോകാത്ത വിധത്തിൽ തന്നെ നമ്മൾ ഇമെയിൽ ഐ ഡി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ കൊടുക്കുക. ഇമെയിൽ ഐ ഡി നമ്മൾ എൻ്റർ ചെയ്ത് നമ്മൾ വെരിഫിക്കേഷൻ കോഡ് സെൻഡ് ചെയ്യാനായിട്ട് അവർ വെരിഫിക്കേഷൻ കോഡ് സെൻഡ് ചെയ്ത് തരും. സോ നമുക്ക് ആ ഒരു വെരിഫിക്കേഷൻ കോഡ് ഇവിടെ അത് കഴിഞ്ഞ ശേഷം എൻ്റർ ചെയ്ത് കൊടുക്കുക. വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനത്തെ ഒരു വിൻഡോ വരും. അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ഇതുപോലത്തെ ഒരു സ്ക്രീനായിട്ട് വരും. സ്ക്രീനിൽ നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ തന്നെ അവിടെ ആഡ് ഓപ്ഷൻ ഉണ്ടാവും. മുകളിൽ തന്നെ ആ ഒരു പ്ലസ് മാർക്ക് ഉണ്ടാവും. അവിടെ ഒരു ആഡ് ഓപ്ഷൻ ഉണ്ടാവും. ആഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവരുടെ തന്നെ ഈസി ക്യാമിൻ്റെ തന്നെ അല്ലെങ്കിൽ CP+ൻ്റെ ഒരുപാട് ക്യാമറകൾ, വൈഫൈ ക്യാമറകളുടെ മോഡൽസ് ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് നമുക്ക് നമ്മുടെ ഈ മോഡൽ, അതായത് ഈ ഒരു നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു മോഡൽ E25A എന്നുള്ള ആ മോഡൽ നമ്മളിതിനകത്ത് നിന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതാണ് ആ മോഡൽ എന്ന് വെച്ചാൽ ആ മോഡൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അവിടെ നമുക്ക് ഫസ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് അടിക്കുക. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇപ്പോൾ ഉള്ള വൈഫൈ, നെറ്റ്ലിങ്ക് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉപയോഗിക്കുന്ന വൈഫൈ ആണ്. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് പ്രോപ്പറായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് വൈഫൈ ക്യാമറ അപ്പോൾ അത് കണക്റ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
വൈഫൈ ക്യാമറ ഓണായിട്ട് നമുക്ക് സാധിക്കും. അതിൻ്റെ ഓൺ ആവുന്നതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ടൊക്കെ നമുക്ക് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഒരു ബാർ കോഡ് നമ്മളിപ്പോൾ ഈ വൈഫൈ പാസ്വേഡ് അടിച്ചു കൊടുത്തപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഒരു ബാർ കോഡ് ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. അതൊന്ന് സ്കാൻ ചെയ്യുക, അതായത് ക്യാമറയിൽ അഭിമുഖമായിട്ട് തന്നെ കാണിക്കുക. എന്നാൽ അപ്പോൾ അത് ക്യാമറ ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്കതിൻ്റെ സൗണ്ട് അവിടെ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും. പെയറിംഗ് ആണ്, വൈഫൈ കണക്ഷൻ സക്സസ്ഫുള്ളായി കണക്ട് ചെയ്യുകയാണെന്നുള്ള സൗണ്ട് കേൾക്കാൻ സാധിക്കും. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ നമ്മളിത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് പെയർ ആയിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ ആഡഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഈ കണ്ടു കഴിയുമ്പോൾ ജസ്റ്റ് അവിടെ ഡൺ കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ക്യാമറ അതിൻ്റെ ഓപ്പൺ ആയിട്ട് വരും, ഓൺലൈനിൽ വരും. ഇപ്പോൾ ഒരു ഫ്ലിപ്പ് മോഡിലാണ് ആദ്യം വന്നിരിക്കുന്നത്. അതിൻ്റെ സെറ്റിങ്സിൽ തന്നെ ഫ്ലിപ്പ് മാറ്റാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. നമുക്കിതുപോലെ തന്നെ ഇതിൽ ക്യാമറേൻ്റെ ആംഗിൾസ് ഒക്കെ ചേഞ്ച് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിനകത്ത് എല്ലാ സൈഡിലോട്ടും നമുക്ക് ആംഗിൾസ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ക്യാമറ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ നമുക്ക് എവിടെ നിന്നിട്ട് വേണമെങ്കിലും നമുക്ക് ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് കറക്റ്റ് ആംഗിളിൽ എവിടെയാണ് ഏത് പൊസിഷനിലാണോ വേണ്ടത് അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്ര എളുപ്പത്തിൽ തന്നെ നമുക്കൊരു വൈഫൈ ക്യാമറ ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പവറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ട് തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ല നമുക്ക് ഇലക്ട്രിക്കൽ പോയിന്റ് വെക്കുന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലത് തന്നെയാണ്. പുറത്ത് ഇലക്ട്രിക്കൽ പോയിന്റ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇതാകുമ്പോൾ ഒറ്റ ഇതിൽ നമുക്ക് കാണാത്ത വിധത്തിൽ നമുക്ക് സെറ്റായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ പവർ കൊടുക്കാം. അകത്തുനിന്ന് പുറത്തു നിന്നൊക്കെ നമുക്ക് സ്വിച്ച് വഴി തന്നെ നോർമലി ആക്സസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു നൈറ്റ് വിസിബിലിറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന പോലെ നമ്മളിപ്പോൾ നൈറ്റിൽ നോക്കുകയാണെങ്കിൽ നൈറ്റിൽ നമുക്ക് ഒരു ആംഗിളിൽ വെച്ച് നമുക്കൊരു നൈറ്റിൽ എങ്ങനെയുണ്ട് വ്യൂ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഈ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത വിധത്തിൽ തന്നെ ചെക്ക് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും മോഷൻ ഡിറ്റക്റ്റിംഗ് ഉൾപ്പെടെയുള്ള അതിലൂടെയുള്ള എല്ലാ ഫങ്ഷൻസും നമുക്ക് ഈ ഒരു ക്യാമറയിൽ ലഭ്യമാണ്. സോ ഇത്ര എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു വൈഫൈ ക്യാമറ നമുക്ക് സ്വന്തമായിട്ട് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ഒരു ക്യാമറയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. എൻ്റെ നമ്പർ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. നിങ്ങൾക്ക് നമ്മളിൻ്റെ ആൻസർ അത് നമ്മൾ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാനത് പറയുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ വാച്ചിങ് വീഡിയോ. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.